ഓണം ആഘോഷത്തിന്റെ മാത്രമല്ല ദാനധർമ്മത്തിന്റെ കഥകൾ കൂടി പറയുന്ന ആഘോഷമാണ്. പത്തനംതിട്ട തിരുവല്ലയ്ക്കടുത്ത് പൊടിപ്പാറ എന്ന ഗ്രാമത്തിലാണ് ദാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്ന പൂരാടം കൊടുപ്പ് എന്ന വേറിട്ട ആഘോഷം നടക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. ഇരവിപേരൂരിലെ പച്ചംകുളം ഇല്ലത്ത് ആരംഭിച്ച പൂരാടം കൊടുപ്പ് എന്ന ചടങ്ങാണ് പിൽക്കാലത്ത് പൊടിപ്പറ പൂരം എന്ന പേരിൽ പ്രദേശവാസികൾ ഏറ്റെടുത്തത്. ഉള്ളവൻ തന്റെ വിഭവങ്ങൾ ഇല്ലാത്തവന് കൂടി പങ്കിട്ട് നൽകണമെന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് പൂരാടം കൊടുപ്പ് ചടങ്ങ് നടന്നു വരുന്നത്. പൂരാടം നാളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പൊടിപ്പാറ ജംഗ്ഷനിൽ എത്തിച്ചേരും. തുടർന്ന് ഇവിടെ ഭഗവാനെ സങ്കല്പിച്ച് നിറപറയും നിലവിളക്കും സ്ഥാപിച്ച ശേഷം ഓണവിഭവങ്ങളും മധുരപലഹാരങ്ങളും ഓണക്കിറ്റുകളുമെല്ലാം വിതരണം ചെയ്യും. പൂരാടം നാളിൽ വിഭവങ്ങൾ വിതരണം ചെയ്യാനും സ്വീകരിക്കാനും വിവിധ സംഘടനകളും വ്യക്തികളുമെല്ലാം പൊടിപ്പാറയിലെത്തും. ചിലർ തങ്ങളുടെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർത്തു നൽകുകയും മറ്റുള്ളവരിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. പൊടിപ്പാറ പൂരത്തിൽ പങ്കെടുത്ത വിഭവങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട്. പുലർച്ചെ പച്ചംകുളത്തില്ലത്തെ ചടങ്ങുകൾ സമാപിക്കുന്നതോടെയാണ് പൊടിപ്പാറ ജംഗ്ഷനിൽ പൊടിപ്പാറ പൂരം ആരംഭിക്കുന്നത്. ഈ വർഷത്തെ പൊടിപ്പാറ പൂരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം നീതു മാമൻ കൊണ്ടൂർ നിർവഹിച്ചു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കോഴിപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പൊടിപ്പാറയിലാണ് ഇത് നടത്തപ്പെടുന്നത്. അതിലേറെ സന്തോഷം എൻ്റെ സ്വന്തം നാട്ടിലാണ്. അവിടെ ജനിച്ച കാലം മുതൽ ഇത് ഞാൻ കാണുകയാണ്. പച്ചക്കുളം ഇല്ലത്തിൽ നിന്ന് ആരംഭിച്ച ഐതിഹ്യമാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഓണം എന്ന് പറയുന്നത് ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പമാണ്. അനേകം ആളുകൾ ഇതൊരു നേർച്ചയായി എടുത്ത് അവരെ സഹായിക്കുവാൻ ഇവിടെ കൈത്താങ്ങായി എത്തുകയും ചെയ്യും. ഇന്ന് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ അങ്ങനെ അനേകം ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് തന്നെ. അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ഇന്ന് ഈ ഇരുപേരൂർക്കര ഓർക്കുന്നത്. കാരണം വീടുകളിൽ വരുന്നവരെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവർക്ക് ആവശ്യമുള്ളത് നൽകുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. ഓണത്തിന് ഇപ്രകാരം ഒരു ദിവസം ഉണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനകരമാണ്. ഇല്ലാത്തവന് ഉള്ളവൻ സഹായിക്കുക എന്ന സന്ദേശം ഉൾക്കൊണ്ട് ഇത്തരത്തിലൊരു ചടങ്ങ് തന്റെ നാട്ടിൽ നടക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് നീതു മാമൻ കൊണ്ടൂർ ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു. പൂച്ചക്കുളം ഇല്ലവുമായി ബന്ധപ്പെട്ടതാണ് പൂരാടം കൊടുപ്പ് ഉത്സവത്തിന്റെ ഐതിഹ്യം. പണ്ട് കാലത്ത് ദാനധർമ്മങ്ങളെ കുറിച്ച് ആണ് കൂടുതലും ഈ പൂരാടത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. പൂരാടം നടത്തേണ്ടത് ശിവനും പാർവതിയും ഇവിടെ വന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ശിവനും പാർവതിയും വേഷം മാറി പ്രച്ഛന്നരായിട്ട് ഇവിടെ വന്ന് ഭിക്ഷ യാചിച്ചപ്പോൾ ഇവിടെ ഇല്ലത്തെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മ ഭിക്ഷ യാചിക്കുന്ന ആണുങ്ങളാരും ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരു വെട്ടുകത്തി എടുത്തു കൊടുക്കുകയും കരിക്കിട്ട് കുടിച്ചോളാൻ പറയും. തെങ്ങ് ചാഞ്ഞു വരികയും ചെയ്തു. അതിൽ നിന്ന് കരിക്കിട്ട് കുടിച്ചു പോവുകയും ചെയ്തു. വന്നവർ ഭിക്ഷക്കാരല്ല എന്ന് മനസ്സിലാക്കിയ അമ്മ കരക്കാരോട് പറയുകയും കരക്കാർ അന്വേഷിച്ചപ്പോൾ ഇത് ശിവനും പാർവതിയാണെന്ന് പറയുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐതിഹ്യം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പൂരാടം നാളിൽ ഒരു വേടനും വേടത്തിയും പച്ചംകുളത്തില്ലത്ത് വരികയും വിശപ്പും ദാഹവും ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയം വൃദ്ധയായ ഒരു അന്തർജനം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ മുറ്റത്തെ തെങ്ങിൽ നിന്ന് കരിക്കടർത്തിക്കൊള്ളാൻ പറഞ്ഞ് ഒരു വെട്ടുകത്തിയും വേടന് നൽകി. എന്നാൽ പിന്നീട് അത്ഭുതകരമായ ഒരു രംഗത്തിനാണ് ആ അന്തർജനം സാക്ഷ്യം വഹിച്ചത്. വേടൻ കരിക്കടർത്താനെത്തിയപ്പോൾ തെങ്ങ് സ്വയം വളഞ്ഞ് വേടന് കരിക്കടർത്താൻ സൗകര്യമൊരുക്കി. വേടൻ കരിക്കടർത്തിയതോടെ തെങ്ങ് പൂർവ്വസ്ഥിതിയിലായി. വേടനും വേടത്തിയും മടങ്ങിപ്പോയി. ഇത് കണ്ട് ഭയന്നുപോയ അന്തർജനം ഇല്ലത്തെ പുരുഷന്മാർ മടങ്ങിയെത്തിയപ്പോൾ വിവരം അറിയിച്ചു. തുടർന്ന് നാട്ടുകാർ മുഴുവനും വേടനെ വേടത്തിയും തിരിഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. അവസാനം പൊടിപ്പാറയിൽ നിന്ന് വേടനും വേടത്തിയും കരിക്ക് കുടിച്ച ശേഷം ഉപേക്ഷിച്ച കരിക്കിന്റെ തൊണ്ട് കണ്ടെത്തി. വേടനും വേടത്തിയുമായി എത്തിയത് ശിവപാർവതിമാരാണെന്ന സങ്കല്പത്തിലാണ് പൊടിപ്പാറ പൂരം ആഘോഷിക്കുന്നത്. ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന പൊടിപ്പാറ പൂരം ഒരു പങ്കുവയ്പിന്റെ ഉത്സവം കൂടിയാവുകയാണ്. പൊടിപ്പാറയിൽ നിന്നും സുനിൽ ലന്തൂർ, ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.